സ്കൂളിൽ പഠിക്കുമ്പോൾ മോഹൻ വലിയ നാണം കുണുങ്ങിയായ ഒരു കുട്ടിയായിരുന്നു. സ്കൂളിലേക്കുള്ള വഴിമധ്യേ മറ്റു കുട്ടികളെ പോലെ മോഹൻ ഒരിക്കലും കളിച്ചും അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞും ഒന്നും സമയം പാഴാക്കിയിരുന്നതേയില്ല. ഒരു ദിവസം സ്കൂൾ ഇൻസ്പെക്ടറായ ഗിൽസ് മോഹൻ പഠിച്ചിരുന്ന സ്കൂളിൽ വന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനിടയ്ക്ക് കുട്ടികളെ കാണുകയും അവർക്കൊരു ചെറിയ ടാസ്ക് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ 5 ഇംഗ്ലീഷ് വാക്കുകൾ കാണാതെ എഴുതുകയായിരുന്നു ആ ടാസ്ക്. മോഹന് 4 വാക്കുകൾ ശരിയായി എഴുതാൻ കഴിഞ്ഞു. ബാക്കി കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കി 5 വാക്കുകളും ശരിയായി എഴുതി. മോഹന്റെ മുഖത്ത് ഒരു വിഷമം കണ്ട് ടീച്ചർ ആംഗ്യം കാണിച്ചു അപ്പുറത്തെ ആളുടെ നോക്കി എഴുതാൻ. എന്നാൽ മോഹൻ അത് ചെയ്തില്ല. ഇൻസ്പെക്ടർ പോയി കഴിഞ്ഞപ്പോൾ ടീച്ചർ മോഹനെ വഴക്കു പറഞ്ഞു. നോക്കി എഴുതാൻ പറഞ്ഞിട്ട് പോലും അത് ചെയ്തില്ലല്ലോ എന്നായിരുന്നു കാരണം. കുട്ടികളെല്ലാം അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ സന്തോഷവാനായിരുന്നു. താൻ ചെയ്തത് ശരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ ടീച്ചർ തെറ്റ് ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടത് അവന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലെ സത്യത്തിനു വേണ്ടി നിലകൊണ്ട കുഞ്ഞു മോഹൻ ലോകമറിയപ്പെടുന്ന നേതാവായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല, അല്ലേ? ഇന്ന് ഒക്ടോബർ 2 നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം. ലാളിത്യത്തിന്റെയും സത്യത്തിന്റെയും അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റെയും എല്ലാം വക്താവായ ഗാന്ധിജിയുടെ ഈ ജന്മദിനത്തിൽ കുട്ടികൾക്ക് മാതൃകളായി ജീവിക്കാനും നല്ല പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ഗാന്ധി ജയന്തി ആശംസകൾ.